എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സാധിച്ചാൽ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക. പ്രധാനമായി ഇവിടെ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. എന്നാൽ ആൾ ഓഫ് ദ സഡൻ ഇവരിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുമില്ല, ഒരു ചിലർ. എന്നാൽ അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് നാം കണ്ട 3 അധ്യാപികമാർ നടത്തിയ മയക്കുമരുന്ന് ബിസിനസ്. ഇവർ ടീച്ചറായിരുന്നു. അവർക്ക് അധിക വരുമാനമുണ്ടായി. അവരുടെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. പുതിയ വാഹനങ്ങൾ കരസ്ഥമാക്കിയായിരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അടുത്തിരിക്കുന്ന ഒരു പ്രവർത്തകർക്കോ അനായാസം അറിയാൻ സാധിക്കും. ഇവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ ജീവിത ശൈലിയിലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ എടുക്കുന്ന ലീവുകൾക്കും ഒക്കെ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു കാര്യം കാണും. എന്നാൽ ഇവർ വളരെ വേഗം അടുത്തുള്ളവരെ ഫ്രണ്ട്ഷിപ്പാക്കാൻ ശ്രമിക്കും. അതിൽ അവർക്ക് സന്തോഷകരമായ പലതും ചെയ്തു കൊടുക്കാൻ ഇവർ ശ്രമിക്കും. അങ്ങനെ അവരുമായി ഏറ്റവും കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനുള്ള സാഹചര്യം സ്വയം ഉണ്ടാകുകയും അതിലൂടെ ഇവർ ചെയ്യുന്ന നല്ലതോ മോശമായ ബിസിനസ്സിൽ ഇടപെടുത്താനും ശ്രമിക്കും. ഇവരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നാം ഒന്നും ആവശ്യപ്പെടാതെ നമ്മുടെ ആവശ്യങ്ങൾ സാധൂകരിക്കാൻ ഈ കൂട്ടർ കൂടുതൽ പരിശ്രമിക്കും. എപ്പോഴും ഇവരുടെ ആഡംബര രീതിയിലുള്ള ജീവിതം ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ അപ്രതീക്ഷിതമായ വരുമാനം കിട്ടുന്നത് തന്നെയായിരിക്കും പ്രധാന കാരണം. ആയതിനാൽ നാം ആരുമായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ഒരു പരിധി വിട്ടുള്ള ഒരു ബന്ധം അവരുമായി വയ്ക്കാൻ ശ്രമിക്കരുത്. എല്ലാവർക്കും സാമ്പത്തികം ആവശ്യമാണ്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് നാം ആരോടെങ്കിലും വായ്പ ചോദിച്ചു പോകും. എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങൾ നാം ചോദിക്കാതെ തന്നെ നമ്മെ സഹായിക്കുന്ന ആരെങ്കിലുമൊക്കെ കാണും. പക്ഷേ അവർ ഉണ്ടാകുന്ന ആ സാമ്പത്തിക സോഴ്സിനെ കുറിച്ചും നമ്മളൊന്ന് അറിയുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. എനിക്ക് ഒന്ന് പറയാനുള്ളത്, സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും നാം അറിയാതെ ആരിലും അത്ര കൊണ്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്മെൻറ്റ്സ് ചെയ്യാതിരിക്കുക. കാരണം അതിൽ നല്ല ആൾക്കാർ വളരെ കുറവും മോശം ആൾക്കാർ കൂടുതലുമായിരിക്കും. പലപ്പോഴും തെറ്റുകൾ ചെയ്യാതെ നാം ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ആരോടെങ്കിലും നമ്മുടെ അടുപ്പം നാം ഉണ്ടാക്കിയാൽ അവർ ഏത് രീതിയിലുള്ളവരാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട്
ഇങ്ങനെയുള്ള അടുത്ത സുഹൃത്തുക്കൾ നിങ്ങളെ കോഫി ഷോപ്പിലോ ഐസ്ക്രീം പാർലറിലോ അല്ല മാളുകളിലോ അല്ലെങ്കിൽ മറ്റ് ഒരു ഷോർട്ട് ട്രിപ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനോ ശ്രമിച്ചാൽ ഒന്ന് ആലോചിച്ച് വേണം അവരോടൊപ്പം മൂവ് ചെയ്യേണ്ടത്. കഴിവതും കിട്ടുന്നത് കൊണ്ട് നാം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കഴിവ്. അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും. ആഡംബര ജീവിതത്തിന് വേണ്ടി നാം ആരോടൊപ്പം കമ്പനി അടിക്കുന്നതും അത് പല തെറ്റായ രീതികളിൽ നമ്മൾ പോയി പെടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ ഫ്രണ്ട്സുകൾ നല്ലവരായിരിക്കാം, ഇന്നലെ വരെ നല്ലവരായിരുന്നു, എന്നാൽ അവരിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് നമുക്കറിയില്ല. സോ എപ്പോഴും മനുഷ്യൻ തെറ്റിൽപ്പെടുന്നത് അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ കൂടിയാണ്, ചില ഇടപെടലുകളിൽ കൂടിയാണ്. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാൻ ശ്രമിക്കുക. ഒരുപക്ഷെ അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൂരെ ഉള്ളവരായിരിക്കും. അവർ ഇൻവൈറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ 1, 2, 100 തവണ ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കണം പോകേണ്ടത്. വിവാഹിതരായ സ്ത്രീകളാണെങ്കിൽ കുടുംബത്തിൽ ഭർത്താവിനോട് പറയുക, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആരുമായിട്ടെങ്കിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവിനോടോ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ പേരൻസിനോടോ ഒക്കെ ഒന്ന് തുറന്നു പറയുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം, അവരോട് അവർ ആവശ്യപ്പെടുന്നത് നമുക്ക് അനായാസം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണെങ്കിലും ചെയ്യുന്ന സഹായം എന്താണ്, ഏത് അവസരത്തിലാണ് ചെയ്യേണ്ടി വരുന്നത്, എന്താണ് ചെയ്യേണ്ടി വരുന്നത്, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉള്ളവരോട് ഒന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കുന്നത് നന്നായിരിക്കാം. നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏത് സുഹൃത്തായിരുന്നാലും അവരുടെ മൂവ്മെൻറ്റ്സ്, അവരുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു, എന്ത് മാറ്റം സംഭവിച്ചു, ഇതൊക്കെ നമുക്ക് അനായാസം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സുഹൃത്തിന് ആവറേജ് കിട്ടുന്ന സാലറി എന്താണെന്നറിയാൻ പറ്റും. അവർക്ക് കിട്ടുന്ന സാലറിയും അവരുടെ ജീവിതശൈലിയും ഒക്കെ നോക്കുമ്പോൾ അനായാസം അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ള, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ആരുമായിട്ടാണോ നടത്തുന്നത്, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ സാധീകരിച്ച് ചെയ്യാനാണ് ആരെങ്കിലും ഇൻട്രസ്റ്റ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടായേക്കാം, ഇല്ലെങ്കിൽ ഇല്ലായിരിക്കാം. പക്ഷെ എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ ശൃംഖലയിൽ നമ്മൾ പെട്ടെന്ന് വരാം. ഇത് ഒഴിവാക്കാൻ ശ്രമിക്കണം. ഒപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സുള്ള ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ ഒരിക്കലും അത് രഹസ്യമായി നിങ്ങൾ സൂക്ഷിക്കരുത്. അപ്പോൾ തന്നെ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ മാത്രം പോയി വിവരം അറിയിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ വിവരം കൊടുക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് വളരെ രഹസ്യമായി തന്നെ വച്ചേക്കും, ആരോടും ഒന്നും പറയില്ല. അതുകൊണ്ട് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് പോലീസിനുമൊക്കെ അറിയാം. സോ ഒരിക്കൽ കൂടി പറയുന്നു, പുതിയ ഫ്രണ്ട്ഷിപ്പ്, പഴയ ഫ്രണ്ട്ഷിപ്പ്, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇല്ലെങ്കിൽ നാം ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ വന്നേക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഇത് സുഹൃത്തുക്കൾക്കും ഈ മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യണം. ആര് എപ്പോൾ എങ്ങനെ നമ്മളോട് ഇടപെടുമെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. നമ്മൾ അലേർട്ടായിരിക്കണം. അവരെ നാം നിരീക്ഷിക്കേണ്ടതും ഒരാവശ്യമാണ്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.